41 സങ്കീർത്തനം അതിൻ്റെ 1, 2, 3, 4 വാക്യങ്ങൾ ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാമോ? 41 സങ്കീർത്തനം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല. യഹോവ അവനെ രോഗശയിൽ താങ്ങും. ദീനത്തിൽ നീ അവന്റെ കിടക്കയെല്ലാം മാറ്റിവിരിക്കുന്നു. യഹോവേ, എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ. വചനം പറയുന്നു, യഹോവ അവനെ രോഗശയിൽ താങ്ങും. ദീനത്തിൽ നീ അവന്റെ കിടക്കയെല്ലാം മാറ്റിവിരിക്കും. ഹല്ലേലൂയ. പ്രതിസന്ധി വരുമ്പോൾ ഓർത്തോണം, എത്ര വലിയ കടുകട്ടിയായുള്ള പ്രശ്നമാണെങ്കിലും ആ കിടക്കിയെ പുഷ്പം പോലെ മാറ്റിവിരിക്കാൻ കരുത്തുള്ള ഒരു ദൈവമുണ്ട്. വിശ്വാസമുള്ളവരുടെ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. നമുക്കറിയാം, സങ്കീർത്തനം വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പുസ്തകമാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം. 150 അധ്യായങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ഈ പുസ്തകത്തെ 150 അധ്യായങ്ങളെയും 5 വാല്യങ്ങളായി തിരിച്ചിട്ടുണ്ട്. 1 മുതൽ 41 വരെ ആദ്യത്തെ വാല്യമായി നമുക്ക് കാണാൻ കഴിയുന്നു. അതിൽ അവസാനത്തെ ഭാഗമായ 41 സങ്കീർത്തനത്തിൽ നിന്നും ഏതാനും വാക്യങ്ങളാ ഇന്ന് നാം വായിച്ചു കേട്ടത്. ആ സങ്കീർത്തനം മുഴുവൻ നമുക്ക് സഭയായി വായിക്കുവാനും ധ്യാനിക്കുവാനും ദൈവം തരുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. നമുക്കറിയാം, ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ് മശിഹ സങ്കീർത്തനം എന്നും വേദപണ്ഡിതന്മാർ ഇതിന് പേര് പറയുന്നു. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം പറയാമോ? ഇവിടെ പറയുന്നു, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകത്തിൽ അനേക ഭാഗ്യവാന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനം 1:1 തന്നെ ഒരു ഭാഗ്യവർണ്ണനയിലാണ് ആരംഭിക്കുന്നത്. അവിടെ പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. 1 സങ്കീർത്തനം തന്നെ ആരംഭിക്കുന്നത് ഒരു ഭാഗ്യവാന്റെ വർണ്ണനയോടുകൂടിയാണ്. തുടർന്ന് നമുക്ക് കാണാൻ കഴിയും, 32 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1 വാക്യം പറയുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. 34 സങ്കീർത്തനം 8 വരുമ്പോൾ കാണുന്നു, യഹോവയെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. 128 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അടുത്ത ഭാഗം പറയുന്നു, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. ഹല്ലേലൂയ. ഈ വചനങ്ങളൊക്കെ ഇന്ന് പകൽ റിസീവ് ചെയ്തുകൊണ്ട് വേണം പോകാൻ. കാരണം പറയണം, എൻ്റെ അകത്ത് ഈ യേശു വന്നതുകൊണ്ട് ഞാൻ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. ഈ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ ദൈവം എനിക്ക് കൃപ തന്നതുകൊണ്ട് ഇന്ന് പകലിൽ ഞാൻ ഭാഗ്യവാനാണ്. മാനുഷിക രീതിയിൽ ചിന്തിച്ചാൽ മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആരാണ് ഭാഗ്യവാൻ? 50 കോടി കരത്തിലുള്ളവനല്ല ഭാഗ്യവാൻ. അത് മനുഷ്യന്റെ ദൃഷ്ടിയിലുള്ള ഭാഗ്യവാന്മാരാ. നല്ല ഒരു ബംഗ്ലാവ് ഉണ്ട്, 5000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് എനിക്കുണ്ട്, നല്ല കാര്യം, മനുഷ്യന്റെ ദൃഷ്ടിയിൽ ഭാഗ്യവാനാ. പക്ഷേ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഭാഗ്യവാനാകണമെങ്കിൽ, ഹല്ലേലൂയ, പല ഭാഗ്യവാന്മാരെ കുറിച്ചുള്ള വർണ്ണന ഇവിടെ പറഞ്ഞതിന് ശേഷം 41 സങ്കീർത്തനത്തേക്ക് വരുമ്പോൾ ഇവിടെ പറയുകയാണ്, തികച്ചും വ്യത്യസ്തമായ ഒരു മേഖല ഇവിടെ പരിശുദ്ധാത്മാവ് തുറന്നു കാണിക്കുക. ഇവിടെ പറയുന്നു, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. നമ്മൾ എളിയവരെ ആദരിക്കാറുണ്ടോ? ഉണ്ടോ? നമ്മൾ നോക്കുന്നത് പലപ്പോഴും സമൂഹത്തിൽ അധികാരികളെയാ, അല്ലെങ്കിൽ കൈബലമുള്ളവരെയാ, ആൾബലമുള്ളവരെയാ. ഹല്ലേലൂയ. എളിയവരുടെ അടുക്കലേക്ക് നമ്മുടെ ദൃഷ്ടി പതിയാറില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഭാഗ്യവാൻ ആരാണെന്ന് കണ്ടോ? എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അടുത്ത ഭാഗം പറയാ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും.
ഈ 4 വാക്യത്തിനകത്ത് കൽപ്പനയോട് കൂടിയ ചില വാക്തത്വങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഞാനും നിങ്ങളും എളിയവരെ ആദരിക്കാൻ തയ്യാറാണെങ്കിൽ ഒന്നാമത്തെ വാക്തത്വം, ആമേൻ, വചനം പറയുന്നു അനർത്ഥ ദിവസത്തിൽ അവൻ നമ്മെ വിടുവിക്കുമെന്ന്. കരമുയർത്തി യേശുവിന് ഒരു സ്തോത്രം പറ. രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. ആരോടുള്ള വാഗ്ദത്തമാ? എളിയവനെ ആദരിക്കുന്നവനോ വേണ്ടിയുള്ള വാഗ്ദത്തമാ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു യഹോവ അവനെ കാത്ത് ജീവനോടെ എന്ത് ചെയ്യും? അവനെ പാലിക്കും. ജീവൻ അവൻ ലോകത്തിൽ ദൈവനാമത്തെ പ്രതി ജീവൻ വെച്ചു കൊടുക്കേണ്ട വന്നാലും ജീവനെ നാം മുറുകെ പിടിക്കും. ഏത് ജീവനാ? നിത്യജീവൻ നമ്മൾ പിടിക്കും. ഹല്ലേലൂയ. വെളിപ്പാട് മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഉലകത്തിൽ ജീവൻ നഷ്ടപ്പെട്ടാലും പേടിക്കണ്ട. ആമേൻ. ഉയരത്തിലുള്ളവരെ മുറുകെ പിടിച്ചാൽ മതി, അവിടുത്തെ ജീവൻ നമ്മുടെ മേലുണ്ട്. കരങ്ങളെ ഉയർത്തി യേശുവിന് സ്തോത്രം ചെയ്താട്ട്. മൂന്നാമത്തെ വാഗ്ദത്തം പറയുന്നു അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും എന്ന് പറഞ്ഞാൽ എളിയവനെ ആദരിച്ചാൽ ഞാനും നിങ്ങളും ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ആമേൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആമേൻ പറഞ്ഞു കൊണ്ടുപോയി ഈ വാഗ്ദത്തമൊക്കെ. ഹല്ലേലൂയ. മറിയ സ്വീകരിച്ചതുപോലെ സ്വീകരിച്ചോണം. ഇവിടെ വചനം പറയുമ്പോൾ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാൽ അത് അങ്ങനെ തന്നെ എന്നാ അതിന്റെ അർത്ഥം. അങ്ങനാണെങ്കിൽ എന്തൊക്കെ വാഗ്ദത്തങ്ങൾ ഈ വചനത്തിനകത്ത് പരിശുദ്ധാത്മാവ് മറച്ചു വെച്ചിട്ടുണ്ടോ അതെല്ലാം ഇന്ന് പകൽ ആമേൻ പറയുന്നവരുടെ മേൽ അത് ആക്ടിവേറ്റ് ആകും. വിശ്വസിക്കാൻ കൃപ ലഭിച്ചവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അടുത്ത വാഗ്ദത്തം പറയുന്നു അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് അവനെ ഏൽപ്പിക്കത്തില്ല. അടുത്ത വാഗ്ദത്തം പറഞ്ഞു യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും. രോഗശയ്യയിൽ ആരെങ്കിലും കാണുമ്പോൾ ഇട്ട് താങ്ങും എന്നല്ല പറഞ്ഞത്, പിന്നെയോ രോഗശയ്യയിൽ അവനെ കർത്താവ് താങ്ങുമെന്ന്. ആരോടുള്ള വാഗ്ദത്തമാ? എളിയവനെ ആദരിക്കുന്നവനോടുള്ള വാഗ്ദത്തമാ. രക്തം ക്ഷയം. അടുത്ത ഭാഗം പറയുന്നു ദീനത്തിൽ നീ അവന്റെ കിടക്കയെല്ലാം മാറ്റിവിരിക്കും. ഇവിടെ ശ്രദ്ധിച്ചേ, ദീനത്തിൽ നീ അവന്റെ കിടക്ക മാറ്റിവിരിക്കുമെന്ന്. ആമേൻ. രോഗികളായിട്ട് ആരെങ്കിലും ഉണ്ടോ? എളിയവനെ ആദരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മുടെ കിടക്ക മാറ്റിവിരിക്കാൻ അവൻ ശക്തനായ ദൈവമാണ്. എനിക്കറിയത്തില്ല, ദൈവാത്മാവ് ബോധ്യം തരുന്നു. ഇതിനകത്ത് ഇന്നത്തെ വചനം ഉരുവിടുമ്പോൾ തന്നെ, ദൈവദാസന്മാർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ, ഇവിടെ ആരാധിക്കുമ്പോൾ നിന്റെ ഭവനത്തിൽ രോഗികളായിരിക്കുന്ന ചിലതിനെ ഈ വചനം തൊടാൻ പോവുകയാണ്. തിരിച്ചറിയാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവരുടെ കരങ്ങൾ ചലിച്ചു തുടങ്ങട്ടെ. എനിക്കറിയത്തില്ല, എളിയവനെ ആദരിക്കുന്ന മനോഭാവം ഇന്ന് പകൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിനുണ്ടെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു പറയാം, ദീനത്തിൽ നിന്നെ അവൻ താങ്ങോ. നിന്റെ കിടക്കി അവൻ മാറ്റിവിരിക്ക്. അനർത്ഥത്തിന് നിന്നെ വിട്ടുകൊടുക്കത്തില്ല, മരണത്തിന് നിന്നെ വിട്ടുകൊടുക്കത്തില്ല. കൃപ ലഭിച്ചവർ, വിശ്വസിക്കാൻ കൃപ ലഭിച്ചവർ